ഈ ന്യൂസ് വായിച്ചായിരുന്നോ? പോയല്ലോ നാശം. അല്ലെങ്കിൽ ഞാൻ തന്നെ അവനെ കൊന്നേനെ. എന്റെ ആക്ടിങ് ഇത്തിരി കൂടി പോയല്ലേ? ചാൻസ് വേണോ? എന്തിന്? ഹീറോയിനായിട്ട് ആക്ട് ചെയ്യാവോ? ആക്ട് ചെയ്യാമോന്നോ? ചാൻസ് എനിക്ക് തന്നു നോക്ക്, അപ്പൊ കാണാം. എന്നാ വാ പോയി കാണാം. ആരെയാ? ഡയറക്ടർ സാർ. സാറിനെ കുറിച്ച് റാം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സാറ് ഡയറക്ട് ചെയ്യുന്ന ഫിലിമിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഗ്യാണ് സർ. യു നോ, ഓ മൈ ഗോഡ്, ഐ ജസ്റ്റ് കാന്റ് ബിലീവ് ദിസ്. സാറിന്റെ അവളുടെ രാവുകളിലെ സീമ ചേച്ചിയുടെ അഭിനയവും ഡ്രസ് കോഡും ഒക്കെ ഗംഭീരമായിട്ടുണ്ട് സർ. അത് ഞാനാണെന്ന് വിചാരിച്ചു. അല്ല മോളെ, ഓക്കെ ഓക്കെ. അപ്പൊ സാറിന്റെ പടത്തിലല്ലേ ശബരിമലയിലേക്ക് പോകുന്നതും അയ്യോ അച്ഛാ പോലെ കുട്ടികള്? ഞാനല്ല മോളെ, ശ്രീനിവാസൻ. അപ്പൊ സാറിന്റെ പടം ഏതാ? ഇറ്റ്സ് മൈ ഫസ്റ്റ് ഫിലിം, മൈ ഡെബ്യൂ. അതിരിക്കട്ടെ, നമ്മുടെ പടത്തിലെ ഹീറോ ആരാ സർ? അതെനിക്കെങ്ങനെ അറിയാം? ഹീറോ എത്തിയല്ലോ. അണ്ണാ, എന്താണത്? കൺഗ്രാറ്റ്സ്. ആദ്യം അണ്ണൻ ഇത് പിടിച്ചേ. ഇത് വളരെ മോശമായി പോയി. ഞാനും കുറെ അവളുടെ പുറകെ നടന്നായിരുന്നു, പക്ഷെ വർക്കൗട്ടായില്ല. വെറും 3-4 ദിവസം കൊണ്ട് നിങ്ങൾ അവളെ വീഴ്ത്തി കളഞ്ഞില്ലേ? സമ്മതിച്ചു, എന്നെ അവളെ ചതിച്ചാ. എന്നാലും അവളുടെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ആരെ കുറിച്ച് നീ പറഞ്ഞു വരുന്നേ? ആ റെഡ് കളർ ഡ്രസ് ഇട്ട പെണ്ണിനെ. റാം അവിടെ എന്ത് ചെയ്യുവാ? സീൻ എക്സ്പ്ലെയിൻ ചെയ്യാ. അതിന് ഡയറക്ടർ നിങ്ങളല്ലേ? ഡയറക്ടറൊക്കെ ഞാൻ തന്നെയാ, പക്ഷെ പടത്തിന്റെ കഥ അവന്റെയാ. അപ്പൊ എനിക്കൊരു സീൻ പറഞ്ഞു തരും? ഞാനുണ്ടല്ലോ നിനക്ക് അതൊക്കെ പറഞ്ഞുതരാം. ഓക്കെ. 3 ചെറുപ്പക്കാരെ നീ ഒരുമിച്ച് കാണുന്നെന്ന് വിചാരിക്ക. അത് ഈ 2 പേരെ നീ പ്രേമിച്ചെന്ന് വിചാരിക്ക. അതിൽ ഒരുത്തനെ നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചെന്ന് വിചാരിക്ക. അവനെ അവസാനം നീ കളിപ്പിച്ചെന്ന് വിചാരിക്ക. എന്നിട്ട് ഐ ലവ് യു എന്ന് മറ്റവനോട് പറയുക. അടിപൊളി സീനാ സർ. വാട്ട് എ ക്രിയേറ്റിവിറ്റി. യു ആർ ബ്രില്യന്റ് സർ. ഡയറക്ടർ സർ, സീൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തില്ലേ? നീ എഴുതിയതുപോലെ അല്ല, പറഞ്ഞതുപോലെ പറഞ്ഞു. വെരി ഗുഡ്. ശ്രുതി, നീ അടിച്ചു പൊളിച്ചോ. ഈ സീനില് നീ ഉണ്ടാവരുത്, നിന്റെ ക്യാരക്ടർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ബൈ ദ ബൈ, ഇത് ഓഡിഷൻ മാത്രം. നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഹീറോയ്ക്ക് ഇംപ്രസ്ഡ് ആയ നീ അല്ലേ ഹീറോയിൻ, അല്ലേ സർ? നീ പറഞ്ഞു തന്നെ കറക്റ്റ്. ബ്ലെസ് മീ സർ. താങ്ക് യു. എന്തൊക്കെ എവിടെ നടക്കുന്നത്? ഹീറോ ആരാണ് സാർ? വീരുബായുടെ അനിയൻ. ഇനി അടുത്തത് ഞാൻ അവനെ തട്ടാൻ പോകുന്നു. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് സാർ എന്നെയും കൂടി ഇതിൽ പിടിച്ചെടുത്തത്? ഹായ്. ആക്ച്വലി 3 ദിവസം മുമ്പ് ഞാൻ നിന്നെ കണ്ടപ്പോ മുതല് മനസ്സ്, ഹൃദയം, ഹാർട്ട് അതെല്ലാം ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു. ഇനി എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്നാ ഒന്നു മാത്രം ബാക്കിയുണ്ട്. ഐ ലവ് യു. അണ്ണാ, അവള് നിങ്ങളോട് ഇഷ്ടമാണെന്നൊക്കെ പലതും പറഞ്ഞെന്ന് വരും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണം. അണ്ണനിപ്പോ അവളെ മാരേജ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ മാനേജ് ചെയ്യാ. ഞാനാ പറയണേ. താങ്ക്സ് അണ്ണാ. അവളെ എനിക്ക് ഇനിയും കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണോടാ? ഹായ് ഡയറക്ടർ സർ, ഇന്ന് എന്റെ സീൻ എന്താന്ന് പറയൂ. തകർത്തേക്കാം. ദയവ് ചെയ്ത് നീ തകർത്ത് കളയുന്നൊന്നും പറയല്ലേ മോളെ. ഞാനിവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഡയറക്ടർ സർ, സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തില്ലേ? അതിന് നീ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. ശ്രുതി, സീൻസ് ആർ സിമ്പിൾ. ഇന്നലെ നീ ഹീറോയ്ക്ക് ഐ ലവ് യു പറഞ്ഞു, ഇന്ന് ഹീറോ നിന്നോട് ഐ ലവ് യു പറയും. അതല്ലേ ഡയറക്ടർ സർ? സീൻ ഇങ്ങനെ എപ്പോഴും മാറ്റിയാൽ എങ്ങനാ? ഡയറക്ടറോട് കൂടി ഒന്ന് പറയണ്ടായോ അത്? അല്ലെങ്കിൽ ഇവരുടെ മുമ്പ് ഞാൻ ബ്ലാങ്ക് ആയി പോവില്ലേ? അപ്പൊ ബാക്കി എന്താ? ഇന്നലത്തെ പോലെ ദൂരെ നിന്ന് ഓടി വരണം, അത്രയല്ലേ ഉള്ളൂ. അമ്മ എന്തൊരു ഇൻവോൾവ്മെന്റ് അമ്മോ. ഹീറോ എത്തിയല്ലോ. നീ മന്ദബന്ധം അങ്ങോട്ട് ഓടുന്നു, മന്ദബന്ധം തിരിച്ചു വരുന്നു. താങ്ക് യു സർ.
എന്ത് വിചിത്രമായിരിക്കുന്നു സാർ. അവൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല. അവള് നന്നായി ചെയ്യുന്നുമുണ്ട്. രണ്ടിന്റെ പോക്ക് കണ്ടിട്ട് എന്താകും നമുക്കും അറിയില്ല. ആഹാ, സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ സൂപ്പർ സാർ. പറഞ്ഞോളൂ. നീ ഇന്നലെ വന്ന് എന്നോട് ഐ ലവ് യു പറഞ്ഞിട്ട് പോയില്ലേ? രാത്രിയിൽ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേയില്ല, ഒട്ടും ഉറങ്ങിയില്ല. ഒരു തരം ഹൃദയമെടുപ്പ്. ഞാനൊന്ന് തീരുമാനിച്ചു. എന്ത്? ഐ ലവ് യു. എന്താണ് ഇങ്ങനെ? അതെടാ, ഞാൻ ഐ ലവ് യു പറഞ്ഞപ്പോ അവളെ കൊണ്ട് ചിരിച്ചോണ്ട് ഓടിപ്പോയടാ. അതവളുടെ നാണം കൊണ്ടാ. നാണോ? മതി. ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോ അവള് ചിരിച്ചോണ്ട് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റുപോലെ. അപ്പൊ അവർക്ക് എന്നെ ഇഷ്ടമാണല്ലേ? എങ്ങനെയുണ്ട് സാറിന്റെ പെർഫോമൻസ്? അവിടെ പെർഫോമൻസ് കാണിക്കാൻ പറ്റിയ സമയം മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ്. എങ്കിലും നിങ്ങൾക്കൊരു സെൻസ് ഒക്കെ വേണ്ട എന്റെ ഡയറക്ടർ സാർ. എനിക്കാ? ഇല്ലെങ്കിൽ പിന്നെ ഇവനൊക്കെ പിടിച്ച് എന്നെ ഹീറോ ആക്കോ? അതിന് മെഗാസ്റ്റാർ മമ്മൂട്ടി വേണം നിനക്ക്. ഹീറോ എന്ന് പറഞ്ഞ റാമിനെ പോലെ ഇരിക്കണം. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നത് എല്ലാം അവനിലുണ്ട്. മാച്ചോ, സ്റ്റൈൽ, മാൻലി. ഐ തിങ്ക് ഐ ലവ് ഹിം. ഓഹോ, മ്യൂസിക് സ്റ്റാർട്ടഡ്. ഹലോ. എടാ, ചത്തു പോണ പോലെ തോന്നടാ. എന്തു പറ്റി? എന്താന്ന് മനസ്സിലാവുന്നില്ല. ഭ്രാന്ത് പിടിക്കുന്ന പോലെ. അവളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുകൂടാ. അതിന് ഇനിയും സമയമുണ്ട്. ഇപ്പൊ കിടന്നുറങ്ങിക്കോ. Come in. എന്താ? നമസ്കാരം സാർ. മിസ്സിംഗ് കേസാ. എനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയെ 10 ദിവസമായിട്ട് കാണാനില്ല. ഫോട്ടോ വല്ലതുണ്ടോ? ആ, ഉണ്ട് സാർ. എപ്പോ തൊട്ട് അവളെ കാണാതായെന്ന് പറഞ്ഞേ? 10 ദിവസം മുമ്പ് സാർ. 10 ദിവസമായിട്ടുള്ളൂ? അതെങ്ങനെ? നിക്ക്, ഞാൻ പോരാം. ആ, പറ. 10 മാസം മുമ്പ് നമ്മൾ ബസ്സിൽ വെച്ച് കൊന്നളഞ്ഞില്ലേ ഭായ്? ദീപ്തി, സത്യ. അവരെ കുറിച്ച് എന്താ ഇപ്പോ? ആ ദീപ്തിയെ 10 ദിവസം മുമ്പ് കാണാനില്ലെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇവിടെ കംപ്ലൈന്റുമായി വന്നിട്ടുണ്ട് ഭായ്. 10 ദിവസം? അവനവിടുന്ന് പോവരുത്. അവനെ എനിക്ക് വേണം. നിക്കവിടെ. താഴെ ഇറക്കും. എന്താ ഇവിടെ നടന്നത്? ഇവിടെ ഇത്രയും ആളുണ്ടായിട്ടും നിങ്ങൾ ആരും ഇത് ചെയ്തവനെ കണ്ടില്ലേ? Hey, move!